നമസ്കാരം, ഞാൻ ഡിക്സൺ ജെയിംസ് ടി പി ഗ്രൂപ്പിൻ്റെ MD ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഡ ഫാക്ടറി എങ്ങനെയാണെന്ന് കാണിക്കുക എന്നുള്ളത്. ഇതാണ് നമ്മളുടെ സോഡ ഫാക്ടറിയുടെ എൻട്രൻസ്. സ്മാഷ് ഡ്രിങ്ക്സ് ആണ് നമ്മളുടെ സോഡ ഫാക്ടറി. ചിയേഴ്സ് പ്രീമിയം എന്നുള്ളതാണ് നമ്മുടെ ബ്രാൻഡ് നെയിം. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് നമ്മളുടെ സോഡ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രോസസ്സിങ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ സോഡ ഫാക്ടറി. ഇവിടെയാണ് കടകളിൽ നിന്നുള്ള ബോട്ടിൽസ് വരുന്നതും ഇവിടെ നിന്നാണ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഡ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ബോട്ടിൽ വാഷിംഗ് എന്നുള്ളതാണ്. ഈ ബോട്ടിൽസ് കടകളിൽ വളരെയധികം മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കും ഉപയോഗിച്ചതിന് ശേഷം വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ ചെളിയിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇത് വാഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ മാൻ പവർ കൊണ്ട് വാഷ് ചെയ്തെടുക്കുന്നത് പോസിബിൾ അല്ല. പ്രത്യേകിച്ച് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി വരുമ്പോൾ അതൊട്ടും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് നമ്മൾ വാഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വാഷിംഗ് മെഷീനാണ്. അത് കേരളത്തിൽ നമുക്ക് മാത്രമാണ് ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. കാരണം ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ഒരു 100% ബാക്ടീരിയ ഫ്രീ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ മെഷീനാണ് ബോട്ടിൽ വാഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ബോട്ടിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അകത്തേക്ക് പോവുകയാണ് ഈ മെഷീൻ. ഇവിടെ നിന്ന് കയറുന്ന അനുസരിച്ചിട്ട് മുകളിൽ നിന്ന് ബോട്ടിൽ വാഷ് ചെയ്തിട്ട് താഴേക്ക് പോന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം ഒരു 20-25 മിനിറ്റോളം ഈ മെഷീൻ്റെ ഉള്ളിലാണ് വാഷിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഇത് ഹോട്ട് വാട്ടറിലാണ് ഇത് വാഷ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഫുള്ളായിട്ട് ബാക്ടീരിയാസിനെല്ലാം നശിപ്പിച്ചു കൊണ്ടിട്ടാണ് നമ്മളിത് വാഷ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ധൈര്യമായിട്ട് ആർക്കും കഴിക്കാവുന്ന വിധത്തിൽ, ഏത് കൊച്ചു കുഞ്ഞിനും കഴിക്കാവുന്ന വിധത്തിലുള്ള ഒരു വാഷിംഗ് പ്രോസസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയാണ് ബോട്ടിൽ വാഷിങ്ങിൻ്റെ ഏകദേശം ഒരു ചെറിയ ചുരുക്കത്തിൽ എനിക്ക് തരാൻ പറ്റുന്നത്. അടുത്തത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതും കാർബണേഷൻ എങ്ങനെയാണ് ഫില്ലിംഗ് എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.